നമസ്കാരം. യുഎഇയുടെ സാമ്പത്തിക ഭദ്രതയുടെയും ദേശീയ സത്വത്തിന്റെയും അടയാളമാണ് അവിടുത്തെ കറൻസിയായ ദിർഹം. എന്നാൽ നമ്മുടെ കൈവശമുള്ള നോട്ടുകൾ അബദ്ധവശാൽ കീറിപ്പോവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ എന്ത് ചെയ്യണം എന്നത് പല പ്രവാസികളെയും അലട്ടുന്ന ഒരു ചോദ്യമാണ്. 2026ഓടെ യുഎഇ സെൻട്രൽ ബാങ്ക് കറൻസി വിനിമയത്തിലും കേടായ നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിലും കൂടുതൽ വ്യക്തവും കർശനവുമായ നിയമങ്ങൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. നോട്ടുകൾ നശിപ്പിക്കുന്നത് കുറ്റകരമായി കണക്കാക്കുന്ന രാജ്യത്ത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ കേടായ നോട്ടുകൾക്ക് പകരം മൂല്യം തിരികെ ലഭിക്കുകയുള്ളൂ. പലപ്പോഴും അശ്രദ്ധ മൂലമോ അറിവില്ലായ്മ മൂലമോ നോട്ടുകൾ നശിപ്പിക്കപ്പെടുന്നത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കും നിയമപരമായ പ്രത്യാഘാതങ്ങൾക്കും ഇടയാക്കാറുണ്ട്. നോട്ടുകൾ നശിപ്പിക്കപ്പെടുന്നത് തടയാനും കേടുപാടുകൾ സംഭവിച്ച നോട്ടുകൾക്ക് പകരം പുതിയത് മാറ്റിയെടുക്കാനുമെല്ലാം ചില നിർദ്ദേശങ്ങൾ സെൻട്രൽ ബാങ്ക് നൽകുന്നുണ്ട്. യുഎഇയിൽ താമസിക്കുന്ന സാധാരണക്കാരായ പ്രവാസികൾക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് കയ്യിലിരിക്കുന്ന ദിർഹം നോട്ട് കീറിപ്പോകുന്നത്. ഇത്തരം നോട്ടുകൾ കടകളിലോ പെട്രോൾ പമ്പുകളിലോ നൽകിയാൽ അവർ സ്വീകരിക്കാറില്ല. എങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് അടുത്തുയരുന്നത്. ഈ കാര്യം ഓർത്തിട്ട് ഇനി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം യുഎഇ സെൻട്രൽ ബാങ്കിന്റെ നിയമപ്രകാരം ഇത്തരം നോട്ടുകൾ മാറ്റിവാങ്ങാൻ ഓരോ പ്രവാസിക്കും അവകാശമുണ്ട്. അതിനാൽ നോട്ടുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടത് ഓരോ പ്രവാസിയുടെയും കടമയാണ്. കൂടാതെ നോട്ടുകൾ നശിപ്പിക്കുന്നത് രാജ്യത്തിന്റെ ഐഡന്റിറ്റിയെ ബാധിക്കുന്ന കാര്യമായതിനാൽ ഇത് സംബന്ധിച്ച് കർശനമായ മാർഗനിർദ്ദേശങ്ങൾ കൂടെ അധികൃതർ നൽകുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള നോട്ടുകൾ കേടുപാടുകൾ കൂടാതെ സൂക്ഷിക്കാൻ ആദ്യം തന്നെ ഓരോ ആളുകളും ശ്രദ്ധിക്കണം. നോട്ടുകളിൽ പേരോ അക്കങ്ങളോ മറ്റ് അടയാളമോ യാതൊരു കാരണവശാലും എഴുതാൻ പാടില്ല. ഇത് ഗുരുതരമായ കുറ്റമായിട്ടാണ് യുഎഇ കണക്കാക്കുന്നത്. കൂടാതെ നോട്ടുകൾ അശ്രദ്ധമായി മടക്കുന്നതും സ്റ്റേപ്പിൾ ചെയ്യുന്നതും നോട്ടുകൾ വേഗത്തിൽ ചീത്തയാകാൻ കാരണമാകുന്നതാണ്. വെള്ളം, പെർഫ്യൂം, പശകൾ എന്നിവ നോട്ടിൽ വീഴാതെ സൂക്ഷിക്കണം. ഇതിനു പുറമെ കടുത്ത ചൂടിൽ നോട്ടുകൾ വെക്കാൻ പാടില്ല. കാരണം അവയുടെ നിറം മാറാനും കേടുവരാനും സാധ്യത ഏറെയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇത്തരം നോട്ടുണ്ടെങ്കിൽ ഭ്രാന്തരാകേണ്ടതില്ല. അതിന്റെ അവസ്ഥ പരിശോധിച്ച് ബാങ്കുകൾ വഴി നിങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കും. എന്നാൽ ഇതിന് ചില കൃത്യമായ വ്യവസ്ഥകൾ പാലിക്കണം. 2/3 ഭാഗമോ അതിലധികമോ സുരക്ഷിതമാണെങ്കിൽ പൂർണ്ണമായ തുക ലഭിക്കും. ഇനി 2/3 താഴെയാണെങ്കിൽ പകുതി തുക മാത്രമേ ലഭിക്കൂ. ഇനി 1/3 കുറഞ്ഞ ഭാഗം മാത്രമേ കയ്യിലുള്ളൂ എങ്കിൽ യാതൊരു നഷ്ടപരിഹാരവും ലഭിക്കില്ല. കീറിപ്പോയ ഒരു നോട്ടിന്റെ എത്ര ഭാഗം ബാക്കിയുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾക്ക് പണം തിരികെ ലഭിക്കുക. അതേസമയം ഈ നിയമങ്ങൾ യുഎഇ സെൻട്രൽ ബാങ്ക് പുറപ്പെടുവിക്കുന്ന ഔദ്യോഗിക കറൻസി നോട്ടുകൾക്ക് മാത്രമാണ് ബാധകം. ഓരോ നോട്ടിന്റെയും അവസ്ഥ പരിശോധിച്ച ശേഷമേ ബാങ്കുകൾ പണം കൈമാറുകയുള്ളൂ എന്ന കാര്യം കൂടെ ഓരോ പ്രവാസിയും ഓർക്കണം. ഒപ്പം നോട്ടുകൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിലുള്ള ആത്മവിശ്വാസം ശക്തിപ്പെടുത്താൻ ഓരോ പ്രവാസിയും പങ്കാളിയാവുകയാണ്. കേടുവന്ന നോട്ടുകൾ എല്ലാ ബാങ്ക് ശാഖകളിലും മാറ്റി നൽകണമെന്നില്ല. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും കൊമേഴ്ഷ്യൽ ബാങ്ക് ശാഖയിലോ അല്ലെങ്കിൽ യുഎഇ സെൻട്രൽ ബാങ്കിന്റെ ക്യാഷ് സെന്ററിലോ പോയാൽ മതിയാകും. എന്നാൽ ചില ബാങ്കുകൾ അവരുടെ ഇടപാടുകാർക്ക് മാത്രമേ ഈ സേവനം നൽകാറുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. മിക്ക പ്രവാസികൾക്കും പലപ്പോഴും ATMൽ നിന്ന് പണം പിൻവലിക്കുമ്പോഴാണ് കീറിയ നോട്ടുകൾ കിട്ടാറുള്ളത്. അത്തരം സാഹചര്യത്തിൽ ഉടൻ തന്നെ ആ ATMന് മുന്നിലുള്ള CCTV ക്യാമറയ്ക്ക് മുന്നിൽ ആ നോട്ട് ഉയർത്തി കാണിക്കുക. ശേഷം ATM സ്ലിപ്പ് സഹിതം ഉടൻ തന്നെ ബാങ്കിനെ വിവരം അറിയിക്കുകയും ചെയ്യാം. ഇത് നിങ്ങൾക്ക് തെളിവായി ഉപയോഗിക്കാവുന്നതാണ്. യുഎഇ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളും തങ്ങളുടെ പക്കലുള്ള ദിർഹം നോട്ടുകൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മടങ്ങിയതോ എഴുത്തുകൾ ഉള്ളതോ ആയ നോട്ടുകൾ പല എക്സ്ചേഞ്ച് സെന്ററുകളും സ്വീകരിക്കാൻ വിമുഖത കാണിക്കും. മാറുന്ന കാലത്തിനനുസരിച്ച് സാമ്പത്തിക ഇടപാടുകളിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് യുഎഇ കൊണ്ടുവരുന്നത്. കറൻസി നോട്ടുകൾ എന്നത് വെറും ഒരു പണമയക്കൽ മാർഗം മാത്രമല്ല, അത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയാണ്. നോട്ടുകൾ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുന്നത് വഴി അനാവശ്യ സാമ്പത്തിക ബാധ്യതകൾ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും. വരാനിരിക്കുന്ന പുതിയ നിയമപരിഷ്കാരങ്ങൾ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല, മറിച്ച് സുതാര്യവും സുരക്ഷിതവുമായ ഒരു സാമ്പത്തിക വ്യവസ്ഥിതി കെട്ടിപ്പടുക്കാനുള്ളതാണ്. പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. കീറിയതോ മറ്റ് കേടുപാടുകൾ സംഭവിച്ചതോ ആയ നോട്ടുകൾ മറ്റ് പ്രവാസികളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുത്ത് കൂടുതൽ പണം അവർക്ക് നാട്ടിലേക്ക് അയക്കാൻ സാധിക്കും.